അയ്യോ വണക്കം. അങ്ങനെ വീണ്ടും നമ്മുടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഫാഷിസ്റ്റ് ഭരണകൂടം കൊടുക്കുന്ന ഈ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി നരേന്ദ്രമോദി സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ പറയില്ല, സെലക്ട് ചെയ്യുകയല്ല, ഇത് നരേന്ദ്രമോദി വിലക്കെടുത്തിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ നടനായ മമ്മൂട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഈ അവാർഡ് വാങ്ങിക്കാൻ മമ്മൂട്ടി പോകുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. നമുക്കറിയാം, കേരളമെന്നും നരേന്ദ്രമോദി ഭരണകൂടത്തിൻ്റെ ഫാഷിസ്റ്റ് ഭരണത്തോടും കലയോടുള്ള നരേന്ദ്രമോദിയുടെ അടിച്ചമർത്തലിനോടും പ്രതിഷേധിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അവാർഡ് വാപ്പസികളെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കൂല, പിന്നെ ഈ പിഞ്ഞാണമൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള അവാർഡ് വാപ്പസികളൊക്കെ നമ്മൾ നടത്തും. അങ്ങനെ അവാർഡ് വാപ്പസികൾ നടത്തി അത് നടത്താത്തവരെ നമ്മൾ തെറി വിളിക്കാൻ തുടങ്ങി. കാരണം ഫാഷിസ്റ്റ് ഭരണകൂടമാണ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണമാണ്. അങ്ങനെയുള്ള ഒരു ഭരണത്തിൽ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും ഒരു അവാർഡ് വാങ്ങിക്കാൻ പോലും കേരളത്തിലൊരു കലാകാരനും തയ്യാറാകുകയില്ല എന്നാണ് ഇവിടെയുള്ള സുഡാപ്പികളൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. നമ്മുടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഫഹദ് ഫാസിലും, അന്ന് ഫഹദ് ഫാസിലിൻ്റെ കൂടെ വേറെ ചില മുള്ളുമുരുകും മുറുക്കും പാമ്പുകളും കുറേ കാട്ടുവാണാലികളൊക്കെ ഉണ്ടായിരുന്നു. ഈ അവാർഡ് വാങ്ങിക്കാൻ പോയിട്ട് എനിക്ക് രാഷ്ട്രപതി തന്നെ അവാർഡ് തരണം, അല്ലാതെ മറ്റേ സ്മൃതി ഇറാനി തന്നാൽ ഞാൻ മേടിക്കില്ല എന്ന് പറഞ്ഞ് ഒരു തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പൊടിയും തട്ടി ഇങ്ങ് തിരിച്ചു വന്നു. മാനം ഒന്നും ഒടിഞ്ഞു വന്നില്ല, ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതേ അവാർഡ് നിശയിൽ തന്നെ യേശുദാസ് അവാർഡ് മേടിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഇവർക്ക് വലിയ, അതായത് കേരളത്തിലെ നമ്മളറിയാമല്ലോ, മറ്റേ ടീമുകൾക്ക് വലിയ വിഷമമായിപ്പോയി. യേശുദാസ് കേരളത്തിനെ ഒറ്റി, അവൻ്റെ പാട്ടൊക്കെ ആരെങ്കിലും കേൾക്കുമോ, ഗാന ഗന്ധർവൻ എന്നൊക്കെയാണ് ഉമ്മാർ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. മോഹൻലാലിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാലും ഇവരിങ്ങനെ പറയും, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാസിസ്റ്റ്, അതായത് ഹിറ്റ്ലറെക്കാട്ടിലും വലിയ കലാകാരന്മാരെ അയാളുടെ കരാള ഹസ്തങ്ങൾ കൊണ്ട് ഞുരുക്കുന്ന നസിക്ക് പിടി ശിവകാമി എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ആ ഒരു അവാർഡ് വാങ്ങിക്കാൻ നാണമില്ലേ ലാലപ്പ നിനക്ക് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അവാർഡ് വാപ്പസി പണ്ട് കാലത്ത് വലിയൊരു ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി വാപ്പസിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വാപ്പസി തിരിച്ചു കൊടുത്ത അവാർഡ് പോയി, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം രണ്ടാമത്തെ ടേം മോദി വന്നു, മൂന്നാമത്തെ ടേം മോദി വന്നു, ഇനി നാലാമത്തെ ടേം മോദി വരും. അപ്പോൾ അതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഈ അവാർഡുകളെ പുച്ഛിക്കാനായിട്ട് തുടങ്ങി. അവാർഡുകളെ പുച്ഛിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോദി വന്ന ശേഷം അവാർഡ് കൊടുക്കുന്ന പടങ്ങളൊക്കെ കണ്ടോ, പുഷ്പ, ഇതിനൊക്കെയാണ് അവാർഡ് കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ അവാർഡ് കൊടുത്തത് ഷാരൂഖ് ഖാനാണ് അവാർഡ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളവും നിലവിളിയൊക്കെ ആയിരുന്നു. കുറേ കാലം മലയാളത്തിന് അവാർഡൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിലവിളി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ചവർ അവാർഡൊക്കെ ആർക്ക് വേണം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിച്ചു. ഇപ്പോൾ അവാർഡ് കിട്ടിയിരിക്കുന്നത് മമ്മൂക്കയ്ക്കാണ്. ബ്രഹ്മയുഗം സിനിമയിലെ ആ സിനിമയിലെ കൊടുമൺ പൊറ്റിയായിട്ടുള്ള അഭിനയത്തിനാണ് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടി അതിന് മേലെ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഒരു ഓസ്കാർ ലെവൽ ആക്ടിങ് ആയിരുന്നു ആ മനുഷ്യൻ്റെ എന്ന് പറയുന്നത്, ഒരു ഓസ്കാർ ലെവൽ ആക്ടിങ്. അപ്പോൾ മമ്മൂട്ടിക്ക് ഒരു നാഷണൽ അവാർഡിൽ ഒതുങ്ങാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ ഈ ഏറ്റവും രസകരമായിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. സുഡാപ്പികളുടെ നിലവിളിയില്ല. മോഹൻലാലിന് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവർ കടന്ന് നിലവിളിച്ച് കളയും. നിലവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൈ പുഴുത്തു പോട്ടെ, അവാർഡ് മേടിക്കാൻ പോകുന്ന മോദിയുടെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞ് നിന്നിട്ടല്ലേടാ നിനക്ക് അവാർഡ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു അതിഭീകരമായിട്ട് മോഹൻലാലിനെ ആക്രമിക്കും. നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും അതിനെ വകവയ്ക്കാറില്ല, അത് വലിയ വാർത്തയാക്കാറുമില്ല. അങ്ങനെ മോഹൻലാലിനെ അപമാനിക്കുന്ന ഒരുത്തൻ ഇപ്പോൾ നല്ല അടിയും കൊണ്ട് പുളിയും കുടിച്ചിപ്പോൾ കിടപ്പുണ്ട്. ചെകുത്താൻ എന്നാണ് പുള്ളിയുടെ പേര്. അടി കൊടുത്തതിനെ ഞാൻ ന്യായീകരിക്കില്ല, അടി കൊടുക്കാൻ പാടില്ല. പക്ഷേ പുള്ളിക്ക് കിട്ടിയത് എനിക്ക് പറയാമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അടി കിട്ടിപ്പോയി. അപ്പോൾ അടി കിട്ടിയിട്ട് പുള്ളി എന്ത് ചെയ്തു, ഇപ്പോൾ അനത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇന്ന് ഈ അവാർഡ്, അതായത് ഇത്തവണ ഒരു ശമനമുണ്ട്. കാരണം മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയത്, മമ്മൂക്ക തൂക്കി, മമ്മൂക്കാക്കി ജയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സുഡാപ്പികൾ ഇങ്ങനെ കിടന്ന് ആഘോഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവന്മാരുടെ ഒരു മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ ഉണ്ടല്ലോ. അതായത് വേറെ ആർക്കെങ്കിലും കിട്ടുന്നതെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് മോദി കൈ കൊടുത്ത് നിൽക്കുകയാണെങ്കിലോ അപ്പം തുടങ്ങും ബഹളം, അതിഭീകരമായിട്ടുള്ള ബഹളം. അവർക്കൊന്നും മോദിയുടെ അടുത്തോട്ട് പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ ഉടനെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം ആചരിക്കുന്ന സോനം വാങ്ചുക്കിനെ കണ്ടില്ലേ, അയാളെപ്പോലുള്ള മനുഷ്യന്മാരുടെ അടുത്തേക്കാണ് നീയൊക്കെ പോകേണ്ടത്, അല്ലാതെ മോദിയുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞങ്ങ് സാഹിത്യങ്ങൾ അടിച്ചിറക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ മോഹൻലാലിനെ വല്ലതുമാണ് അവാർഡ് കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അവനെ അടിച്ചിറക്കാൻ പോകുന്ന ഞാനൊരു ഡയലോഗ് പറഞ്ഞു. അതായത് സോനം വാങ്ചുക്കിനെ ഇന്ന് പിടിച്ചുകൊണ്ട് പോയല്ലോ. ഇന്ന് പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് തന്നെ നമ്മുടെ കേരളം
ഭയങ്കര പൊളിറ്റിക്കലാണ്, നമ്മൾ പ്രബുദ്ധരാണ്. അങ്ങനെ പ്രബുദ്ധരായതുകൊണ്ട് മോദിയെ താഴെ ഇറക്കാനുള്ള കലാപം ചൂടുപിടിക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിലെ മാധ്യമങ്ങളെ ഡൈവേർട്ട് ചെയ്യാനാണ് കേരളത്തിനൊരു അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു സെൻസും സെൻസിബിലിറ്റി ഇല്ലാത്ത, സെക്ഷുവാലിറ്റി പണ്ടേ ഇല്ല, അങ്ങനത്തെ ഡയലോഗ് അടിച്ചിറക്കിക്കൊണ്ട് വന്നേനെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെ തന്നെ സംഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ മമ്മൂട്ടിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഭയങ്കര ഒരു മമ്മൂട്ടി ഫാനാണ്. പേഴ്സണലി പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു മോഹൻലാൽ ഫാനാണെന്നാണ്. മോഹൻലാലിനെക്കാട്ടിലും ഒരുപടി മേലെ എനിക്ക് മമ്മൂട്ടിയാണ് എന്നുള്ളതാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടിയെ. കൊച്ചിലെ മുതൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ തുള്ളിച്ചാടാനൊക്കെ നമുക്കിങ്ങനെ തോന്നുന്നുണ്ട്. ഭയങ്കര രസകരമാണ് മമ്മൂട്ടിയുടെ അഭിനയം എന്ന് പറയുന്നത്. മമ്മൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഫൈറ്റിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. മമ്മൂട്ടി ഭാവാഭിനയങ്ങളുടെ രാജാവാണ്. ഭയങ്കരമാണ് മമ്മൂട്ടിയുടെ ഭാവാഭിനയം. മമ്മൂട്ടിയെ തോപ്പിക്കാൻ പറ്റില്ല ഭാവാഭിനയത്തിൽ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാൽ ഈസ് എ കംപ്ലീറ്റ് ആക്ടർ ഓഫ് കോഴ്സ്. കാരണം മോഹൻലാലിൻ്റെ അഭിനയം എന്ന് പറയുന്നത് അദ്ദേഹം മെയ്വഴക്കത്തിൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ അടി മുതൽ മുടി വരെ അഭിനയിക്കും. പക്ഷേ ഭാവാഭിനയത്തിൽ മമ്മൂട്ടിയെ തോൽപ്പിക്കുക. ചില സമയത്ത് മമ്മൂട്ടിയുടെ ഒരു എക്സ്പ്രഷൻസ് ഉണ്ട്. മേലേടത്ത് രാഘവൻ നായരൊക്കെ ആയിട്ട് വാത്സല്യത്തിൽ വരുമ്പോൾ മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് തകർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്നാൽ കരിച്ചിലും വരുന്നില്ല. അപ്പോൾ ഒരു ഫേസിലൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മളൊക്കെ ചെയ്താൽ വൃത്തിയിടായിപ്പോവും. തകർന്ന് നിൽക്കുകയാണ് ആ പുള്ളിക്കാരൻ, അത് കരച്ചിലും വരുന്നില്ല. മുഖത്ത് ഒരു അന്താളിപ്പ് പ്ലസ് വിഷമം, ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു മനസ്സിലെ ഒരു വിങ്ങൽ, ഇതെല്ലാം ഇങ്ങനെ മുഖത്തിങ്ങനെ വന്ന് നിറയണം. അപ്പം മമ്മൂട്ടിയുടെ ഒരു അഭിനയമുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ. എന്തായാലും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടി, സന്തോഷം. നേരത്തെ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടിയ ആ സമയത്തും ഞാൻ വിചാരിച്ചു സുഡാപ്പികൾ ഇളവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇളവിയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. സുഡാപ്പികൾ ഇളവുമെന്ന്. കാരണം പത്മഭൂഷൺ കിട്ടിയ സമയത്ത് മമ്മൂട്ടി, ദുൽഖർ സൽമാൻ്റെ ഭാര്യ, മമ്മൂട്ടിയുടെ ഭാര്യ, എല്ലാവരും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും ഒരു വിമർശനവും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ അയോധ്യ രാമക്ഷേത്രം പണിയുമ്പോൾ അതിലെ അക്ഷതം, നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മമ്മൂട്ടി നിന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഡയറക്റ്റ് മമ്മൂട്ടിക്ക് കൊടുക്കുന്നതും ബാക്കി എല്ലാവരും അത് കയ്യിൽ വെച്ചിരുന്നപ്പോൾ മമ്മൂട്ടി മാത്രമാണ് അതെടുത്ത് പോക്കറ്റിനകത്തിട്ടത്. അങ്ങനെ ഒരു സാധനം, അതായത് എല്ലാവരും കയ്യിൽ ഇങ്ങനെ വെച്ച് അതിങ്ങനെ ചുരുട്ടി കൂട്ടി കയ്യിലോട്ട് ഇങ്ങനെ എടുത്തപ്പോൾ മമ്മൂട്ടി അത് വളരെ ഭവ്യമായിട്ട് പോക്കറ്റിലോട്ട് എടുത്ത് വയ്ക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇതൊരു ഇറയാണ്. മമ്മൂട്ടി ഒരു യുഗം, ഭ്രമയുഗമല്ല, ഇത് മമ്മൂട്ടി യുഗമാണ്. ആ ഒരു യുഗത്തിൽ, കാരണം ആരെയും വേദനിപ്പിക്കേണ്ട, എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിഗണന. അതേസമയം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വന്തം വിശ്വാസത്തോടും വലിയ ബഹുമാനം, ബാക്കിയുള്ളവരുടെ വിശ്വാസത്തോടും ബഹുമാനം, തന്നെ വലിയ മനുഷ്യനാക്കിയ ജനങ്ങളോട് അതിലേറെ ബഹുമാനം. പിന്നെ മമ്മൂട്ടിയുടെ സ്വഭാവം എടുത്തടിച്ചൊരു സ്വഭാവമാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. മമ്മൂട്ടിയായിട്ട് ബന്ധമുള്ള എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ദേഷ്യപ്പെടും, പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് നമ്മളെയൊക്കെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യം മനസ്സിൽ നിന്ന് പോവില്ല, പിന്നെ അവനുമായിട്ട് മിണ്ടണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ മമ്മൂട്ടിയെക്കുറിച്ച് അറിയാമെന്നുള്ളവർ പറയുന്നത് മമ്മൂട്ടി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മമ്മൂട്ടി നമ്മളെ കാണുമ്പോൾ മമ്മൂട്ടി നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ആ ദേഷ്യപ്പെട്ട ആ വിഷയമേ മമ്മൂട്ടിക്ക് അറിയില്ല, നമ്മളെ മനസ്സിൽ കാണും, പക്ഷേ മമ്മൂട്ടിക്ക് അതറിയില്ല. അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാനുള്ള അവകാശമില്ലേ എന്നൊക്കെ രീതിയിൽ മമ്മൂട്ടി എങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് അതും ഈ ഒരു സമയത്ത് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷം, വളരെ വളരെ സന്തോഷം. അപ്പോൾ ശരി.